ദൈവത്തിൻ്റെ തന്നെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ കർത്താവ് നൽകിയ നല്ല അവസരങ്ങൾക്ക് ഞാൻ യേശുവിന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുകയാണ്. വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി ഒരുങ്ങുകയും ഒരുക്കപ്പെടുകയും ചെയ്യുന്ന ദൈവമക്കൾ ഓരോ വചനങ്ങളും കേട്ട് എത്രത്തോളം ദൈവസന്നിധിയിലോട്ട് അടുക്കാമോ, എത്രത്തോളം വചനത്തിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടി ഒരുക്കപ്പെടുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മാതാപിതാക്കൾ ഉണ്ടെന്ന് എനിക്കറിയാം. അവർക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹവും വിടുതലും ആയി തീരും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം, വിശുദ്ധ സന്തതി ദേശനിവാസികളോട് ഇടകലർന്നു പോയി. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇതിനു മുൻപ് ഇതിനോട് അനുബന്ധിച്ച് ഒരു ഭാഗം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം രണ്ടാമത്തെ പാർട്ടായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വളരെ മനോഹരമായിരിക്കുന്ന ഈ നല്ല പ്രഭാതം ദൈവം നമുക്ക് തന്നിരിക്കുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുക. പ്രസംഗിക്കുന്ന ഞാൻ, കേൾക്കുന്ന നിങ്ങൾ, നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഒരിക്കൽ കൂടി ഒരുക്കപ്പെടാൻ ഈ സന്ദേശം നിശ്ചയമായും കാരണമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇവിടെ എസ്രാ പുരോഹിതൻ ദൈവജനത്തിൻ്റെ അടുക്കിലേക്ക് വന്നപ്പോൾ തൻ്റെ ചെവികളിൽ കേട്ട ഒരു സന്ദേശമാണ്, വിശുദ്ധ സന്തതി ദേശനിവാസികളോട് ഇടകലർന്നു പോയി. ഇത് കേട്ട എസ്രാ പുരോഹിതൻ, പോട്ടെ, ശരിയാക്കാം, ശരിയാകും, നാളെയാകും, പിന്നീടാകും എന്ന് പുള്ളി പറഞ്ഞുകൊണ്ട് നിൽക്കാതെ ദൈവസന്നിധിയിൽ ആ ഭക്തനായ എസ്രാ പുരോഹിതൻ വീഴുകയാണ്. ദൈവസന്നിധിയിൽ നിലവിളിക്കുകയാണ്. കാരണം അടുത്തൊരു തലമുറ ദൈവത്തെ സേവിപ്പാനില്ല. ജാതികളുമായി ഇവർ എല്ലാ രീതികളിലും ഇടകലർന്നുവാനിടയായി. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, കുഞ്ഞെ, ദൈവ മക്കളോട് ഞാൻ പറയട്ടെ, നമ്മൾ ദേശനിവാസികളുമായി ഇടകലർന്നു പോയിട്ടുണ്ടോ എന്ന് നമ്മളൊരു ഹിതപരിശോധന നടത്തേണ്ട ഒരു പ്രഭാതമാണ്. നിങ്ങൾ അതിൻ്റെ 9-ാം വാക്യം, 9-ാമത്തെ അധ്യായം, അതിൻ്റെ 1-ാം വാക്യം മുതൽ നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. ഇതിനകത്തോടെ എല്ലാ ഭാഗങ്ങളും നിങ്ങളോട് എനിക്ക് പറയുവാനുള്ള സമയക്കുറവുണ്ട്. അതുകൊണ്ട് ചില വാക്കുകൾ മാത്രം പറയുന്നു. ബാക്കി നിങ്ങൾ ആ വചനങ്ങൾ ഒന്ന് വായിച്ചു ഗ്രഹിക്കുക എന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. അതിനുശേഷം 9-ാം അധ്യായം 1-ാം വാക്യം, അതിനുശേഷം പ്രഭുക്കന്മാർ എൻ്റെ അടുക്കൽ വന്നു, ഇസ്രായേൽ ജനവും പുരോഹിതന്മാരും ലേവ്യരും ദേശനിവാസികളോട് വേർപെടാതെ, ശ്രദ്ധിക്കണം, ദേശനിവാസികളോട്, ആരൊക്കെ? ഇസ്രായേൽ ജനവും പുരോഹിതന്മാരും, ദൈവം നിയോഗിച്ച പുരോഹിതന്മാരും, ദൈവം തെരഞ്ഞെടുത്ത ലേവ്യന്മാരും ദേശനിവാസികളോട് വേർപെടാതെ. ഈ പുരോഹിതന്മാരും ലേവ്യന്മാരും എന്തിനു പറയുന്നു? ജനത്തിൽ നിന്നും വേർപെട്ട് ജീവിക്കേണ്ടവരാണ്. എന്താണ് വേർപാട്? ജാതികളിൽ നിന്നും, എന്ന് വെച്ചാൽ ജാതികളുടെ പ്രവൃത്തിയിൽ നിന്നും കർത്താവിൻ്റെ വിശുദ്ധ പ്രവൃത്തിക്ക് വേണ്ടി ഒരുത്തനെ വേർതിരിക്കുവാനിടയായി. ആ വേർതിരിച്ചിരിക്കുന്ന പുരോഹിതന്മാരും, ആ വേർതിരിച്ചിരിക്കുന്ന ലേവ്യന്മാരും, ആ വേർതിരിച്ചിരിക്കുന്ന ഇസ്രായേൽ ജനവും അവർ ദേശത്തിലെ നിവാസികളുമായി ഇണയില്ല പിണകൂടാൻ തുടങ്ങി, അല്ലെങ്കിൽ മിങ്കിൾ ചെയ്യാൻ തുടങ്ങി, അവർ ഒരുമിക്കപ്പെടാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇനി ഈ വാക്യം ഇവിടെ നിൽക്കുമ്പോൾ ദൈവം ആവർത്തന പുസ്തകത്തിനകത്ത് ഒരു വചനം ഇവരിറങ്ങി വന്നപ്പോഴേ പറഞ്ഞു. ആവർത്തന പുസ്തകം 7-ാം അധ്യായം 1-ാം വാക്യം, ഇവർ കനാനിലേക്ക് പോകുമ്പോൾ തന്നെ, അതിനു മുമ്പ് തന്നെ മോശ മുഖാന്തരം ഒരു അരുളപ്പാട് കൊടുത്തു. എന്താണ്? 7-ന്റെ 1, നീ കൈവശമാക്കാൻ ചെല്ലുന്ന ദേശത്ത് നിന്നെ കടത്തുകയും നിന്നേക്കാൾ പിരിപ്പും ബലമുള്ള ജാതികളായ ഹിത്യർ, ഹർഗശ്യർ, അമോര്യർ, കനാന്യർ, പെരിസ്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നീ 7 മഹാജാതികളെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുകയും
നിന്റെ ദൈവമായ യഹോവ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും നീ അവരെ തോൽപ്പിക്കുകയും ചെയ്യുമ്പോൾ അവരെ നിർമൂലമാക്കി കളയണം. അവരോട് ഉടമ്പടി ചെയ്യുകയോ കൃപ കാണിക്കുകയോ അരുത്. അവരുമായി വിവാഹ സംബന്ധം ചെയ്യരുത്. നിന്റെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കുകയോ അവരുടെ പുത്രന്മാരെ നിന്റെ പുത്രിമാർക്ക് എടുക്കുകയോ ചെയ്യരുത്. അന്യ ദൈവങ്ങളെ സേവിപ്പാൻ തക്കവണ്ണം അവർ നിന്റെ പുത്രന്മാരെ എന്നോട് അകറ്റിക്കളയും. യഹോവയുടെ കോപം നിങ്ങൾക്ക് വിരോധമായി ജ്വലിച്ച് നിങ്ങൾ വേഗത്തിൽ നശിപ്പിക്കും. ആകയാൽ നിങ്ങൾ അവരോട് ഇങ്ങനെ ചെയ്യണം: അവരുടെ ബലിപീഠങ്ങളെ ഇടിക്കണം, അവരുടെ ബിംബങ്ങളെ തകർക്കണം, അവരുടെ അശേര പ്രതിഷ്ഠകളെ വെട്ടിക്കളയണം, അവരുടെ വിഗ്രഹങ്ങളെ തീയിലിട്ട് ചുട്ടുകളയണം. പ്രൈസ് ദി ലോർഡ്. ഇതൊരു പ്രമാണമാണ്, ഇസ്രായേലിന് കൊടുത്ത യഹോവയുടെ അരുളപ്പാട്. പക്ഷേ ഈ എസ്രാ പുരോഹിതൻ പറയുകയാണ്, അല്ലെങ്കിൽ എസ്രായുടെ പുസ്തകത്തിലോട്ട് വന്നപ്പോൾ നമ്മളെല്ലാം തിരിച്ചു കാണുകയാണ്. അതെല്ലാം ദൈവം പറഞ്ഞ വാക്കിന് വിരോധമായി മാറുകയാണ്. ആരൊക്കെ ചെയ്തതാണ്? യഹൂദ ജനം, പുരോഹിതന്മാർ, ലേവ്യന്മാർ. ജനം മാത്രം ചെയ്തെങ്കിൽ കർത്താവിന്റെ വിഷയമല്ല. പക്ഷെ ജനം മാത്രമല്ല ചെയ്തത്, പുരോഹിതൻ. ആരാ പുരോഹിതൻ? ജനത്തെ ദൈവത്തിൽ നിന്നും ചിലത് വാങ്ങിച്ച് ജനത്തിന് കൊടുക്കേണ്ടവൻ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിന്നുകൊണ്ട് സംസാരിക്കേണ്ടവൻ, എന്ന് വെച്ചാൽ ദൈവത്തിന്റെ പ്രതിപുരുഷൻ. ഹല്ലേലൂയ. അവൻ ഇപ്പോഴെന്ത് ചെയ്യുന്നു? ദേശത്തിലെ നിവാസികളുമായി ഇടകലരാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ലേവ്യന്മാർ, ദൈവിക കാര്യങ്ങൾ ചെയ്യേണ്ടവൻ, ദൈവിക കർമ്മങ്ങൾ ചെയ്യേണ്ടവൻ, അവനും ഇപ്പോഴെന്തായി തീർന്നിരിക്കുന്നു? ഇടകലർന്നിരിക്കുന്നു. അപ്പോൾ ദൈവം നോക്കുമ്പോൾ ദൈവത്തിന്റെ ജനം, ദൈവം തെരഞ്ഞെടുക്കപ്പെട്ടവർ ഇന്ന് ജാതികളുമായി കൂടിയിരിക്കുകയാണ്. ആമേൻ. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒന്ന് വിചിന്തനം ചെയ്ത് ഇന്ന് നോക്കണം. നമ്മുടെ ആത്മീയ ലോകവും ഇപ്രകാരമല്ലേ പോയിരിക്കുന്നത്? വേർതിരിക്കപ്പെട്ട ജനം, വേർതിരിക്കപ്പെട്ട ദൈവദാസന്മാർ, വേർതിരിച്ചിരിക്കുന്ന പ്രവാചകന്മാർ, വേർതിരിക്കുന്ന ഉപദേഷ്ടാക്കന്മാർ, വേർതിരിക്കുന്ന സുവിശേഷകന്മാർ ഇന്ന് ആരോട് ഇടകലർന്നിരിക്കുന്നു? ജാതികളുമായി ഇടകലർന്നിരിക്കുകയാണ്. ആമേൻ. നമ്മൾ തന്നെ ഒന്ന് ശോധനണം. കർത്താവേ, ഞാൻ ജാതികളുമായി ഇടകലർന്നിട്ടുണ്ടോ? എൻ്റെ തലമുറകൾ ജാതികളുമായി ഇടകലർന്നിട്ടുണ്ടോ? എൻ്റെ ദൈവസഭ ജാതികളുമായി ഇടകലർന്നിട്ടുണ്ടോ? എൻ്റെ എൻ്റെ ലൈഫിൽ കർത്താവെ ജാതീയമായ എന്തെങ്കിലും കയറിയിട്ടുണ്ടോ എന്ന് ഇന്ന് രാവിലെ ഹിതപരിശോധന നടത്തുവാൻ പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ ദൈവിക വചന വെളിപ്പാട് പകരുകയാണ്. രണ്ടാമത്തെ അവരുടെ വചനം വായിക്കുന്നത് കനാന്യർ, ഹിത്യർ, പെരിസ്യർ, യെബൂസ്യർ, അമോന്യർ, മോവാബ്യർ, മിസ്രൈമ്യർ, അമോര്യർ എന്നിവരുടെ മ്ലേച്ഛതകളെ ചെയ്തു വരുന്നു. ഇവർ ഇടകലർന്നത് മാത്രമല്ല, അവരുമായി ചേർന്നത് മാത്രമല്ല, അവരുമായി യോഗം കൂടിയത് മാത്രമല്ല, അവരുടെ കൂടെ ഫംഗ്ഷന് പോയത് കൂടെ മാത്രമല്ല, അവരുടെ തോളിൽ കൈയിട്ടത് മാത്രമല്ല, ഇവരുടെ പച്ചയായ മ്ലേച്ഛതയിലേക്ക് ഇവർ പോയിരിക്കുകയാണ്. ഇനി ഇവരുടെ മ്ലേച്ഛത എന്താണ്? സ്തോത്രം. ചരിത്രം പഠിപ്പിക്കുന്നത് ഇവർക്ക് ഒരു ജാതീയമായ ശക്തിയുടെ വ്യാപാരമുണ്ട്. എന്ന് വെച്ചാൽ വിഗ്രഹാരാധന. ദൈവം ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് വിഗ്രഹാരാധനയാണ്. ഈ സിസ്റ്റത്തിലേക്ക് നമ്മുടെ പുരോഹിതന്മാർ, നമ്മുടെ ലേവ്യന്മാർ, നമ്മുടെ ഇസ്രായേൽ ജനം ഇടകലരുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. അവരുടെ മ്ലേച്ഛതകളിലേക്ക്, എന്ന് വെച്ചാൽ ഇനി 6 മാസം അവർക്ക് ഉത്സവമുണ്ട്. ഈ 6 മാസവും വ്യഭിചാരം ചെയ്യുവാനുള്ള ലൈസൻസ് കൂടെ ഇവരുടെ പല ദൈവങ്ങളും ദൈവമാരും അനുവദിക്കുന്നുണ്ട്. ഏത് പച്ച മ്ലേച്ഛത ചെയ്താലും ഇവരുടെ ദൈവങ്ങൾക്ക് പ്രസാദമാകുന്നുണ്ട്. അപ്പോൾ ഈ മ്ലേച്ഛതയിലേക്ക് എന്ത് ചെയ്തു? ഇസ്രായേൽ ഇഴുകിച്ചേരുവാനിടയായി. ഇനി അടുത്ത് അവരുടെ പുത്രന്മാരെ അവർ തങ്ങൾക്കും തങ്ങളുടെ പുത്രന്മാർക്കും ഭാര്യമാരായി എടുത്തുകൊണ്ട്, കേട്ടോ, എന്ന് വെച്ച് ഇടകലർന്നു പോയി. ആവർത്തനം 7 പറഞ്ഞു, നിങ്ങളുടെ പുത്രന്മാരെ അവർക്ക് കൊടുക്കരുത്, അവരുടെ പുത്രിമാരെ നിങ്ങൾ എടുക്കരുത്. എന്നാൽ ദൈവത്തിന്റെ വാക്കിനെ വിഘടിച്ചുകൊണ്ട്
കാലങ്ങളുടെ നീളങ്ങൾ കടന്നുപോയപ്പോൾ ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്തു? അവരിൽ നിന്നും പുത്രന്മാരെയും പുത്രിമാരെയും എടുക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? വിശുദ്ധ സന്തതി ദേശനിവാസികളിൽ ഉള്ളുമായി ഇടകലരാൻ തുടങ്ങി. ആമേൻ. ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ ദൈവമക്കളോട് ഞാൻ ചോദിക്കട്ടെ, രക്ഷിക്കപ്പെട്ട് കർത്താവ് നമ്മെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നു. നമ്മൾ പണ്ട് ജാതികളായിരുന്നു, എന്ന് വെച്ചാൽ പാപത്തിന്റെ പടുകുഴിയിൽ കിടന്ന നമ്മളെയൊക്കെ യേശുക്രിസ്തുവിന്റെ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെടുത്തി അവരെ നമ്മളെ പുത്രന്റെ അവകാശികളാക്കി തീർത്തു. ദൈവം നമ്മളെ മാനിച്ചു, ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. പണ്ട് ജീവിച്ചതുപോലെയല്ല, സാഹചര്യങ്ങളും നന്മകളൊക്കെ ദൈവം തന്നു. ദൈവം മാന്യതകൾ തന്നു. നമ്മുടെ കുടിലൊക്കെ മാറി കൊട്ടാരം പോലുള്ള ഭവനമായി. പണ്ടത്തെ ചെറ്റ കുടിലിന്റെ ആരാധന മാറി ഇന്ന് കൊട്ടാര സമമുള്ള ആരാധനാലയങ്ങളുമായി മാറി. ടെക്നോളജികൾ വർദ്ധിച്ചപ്പോൾ നമ്മുടെ ആലയങ്ങളിലും അതിൻ്റെ മാറ്റങ്ങൾ സംഭവിച്ചു. തെറ്റല്ല, അത് നല്ലത് തന്നെയാണ്. നമ്മുടെ വീടുകളിലും നമ്മുടെ തലമുറകൾക്കൊക്കെ മാറ്റമുണ്ടായി. ആ എന്നോ ഈ എന്നോ എഴുതാൻ അറിയാത്ത അപ്പനമ്മമാർ കർത്താവിന് വേണ്ടി ഇറങ്ങിയപ്പോൾ അവരുടെ തലമുറകളെ വിവിധ ഭാഷകൾ സംസാരിപ്പാനും വിവിധ രാജ്യങ്ങൾ അയക്കുവാനും ദൈവം അവരെ ഒരു വഴികൾ ഒരുക്കി. ഒന്നുമില്ല, ഒരു നേരത്തെ ആഹാരത്തിന് വഴിയില്ലാതെ ആഹാരത്തിന് വേണ്ടി പ്രാർത്ഥിച്ച നാളുകൾ നമുക്കുണ്ടായിരുന്നു. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജ കാണിക്കാൻ മടിച്ച് വീട്ടിനകത്ത് പലയിടത്തും പോകാതെ ഒതുങ്ങി നിന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവിടെ നിന്നെല്ലാം കർത്താവ് അറിഞ്ഞത് മുഖാന്തരം ദൈവം നമ്മളെ ഒത്തിരി മാനിച്ചു. നമ്മുടെ പിള്ളാരെ മാനിച്ചു, നമ്മുടെ സഭകളെ മാനിച്ചു. ദൈവത്താൽ വേർതിരിക്കപ്പെട്ട അനേക ശുശ്രൂഷകൾ തന്നു. ദേശത്തിന്റെ മുമ്പിൽ, രാജ്യത്തിന്റെ മുമ്പിൽ, രാഷ്ട്ര നേതാക്കന്മാരുടെ മുമ്പിൽ ഈ ദൈവമക്കളെ ദൈവം ഒത്തിരി മാനിച്ചു. പക്ഷേ ദൈവം മാനിച്ചപ്പോൾ, ദൈവം സ്ഥിതി മാറ്റിയപ്പോൾ നമ്മൾ ഇന്ന് ലോകരുമായി ഇടകലരാൻ തുടങ്ങി. ഇല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കണം. നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. നമുക്ക് മറ്റാരെയും വിമർശിക്കുവാനോ മറ്റാരുടെയും പിന്നാലെ പോകാനോ ഉള്ള ഒരു അവസരം നമുക്കില്ല. കാരണം എൻ്റെ യേശുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. കാഹളത്തിന്റെ മനോഹരമായ നാദം കേൾക്കാനുള്ള സമയം ആഗതമായിരിക്കുന്നു. വിശുദ്ധ ദൂതന്മാർ ചിറകടിച്ച് ഈ ഭൂമിയിലേക്ക് പറന്നു വന്ന് തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാനുള്ള സമയം എത്രയോ അധികമായി അടുത്തുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് അതും ഇതും പറഞ്ഞുകൊണ്ടിരിക്കുവാൻ നമുക്കിനി സമയമില്ല. നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ഞാൻ ജാതികളുടെ സിസ്റ്റവുമായിട്ട് ഇടകലർന്നു പോയോ? സഭകൾ ഒന്ന് ശോധന ചെയ്യട്ടെ, ദൈവപുരുഷന്മാർ ശോധന ചെയ്യട്ടെ. പ്രത്യേകിച്ച് ദൈവദാസന്മാരോട് ഞാൻ ചോദിച്ചോട്ടെ. നമ്മളൊക്കെ ഒരു സമയത്ത് കയറിക്കിടക്കുവാൻ ഒരു വീടില്ല, ഓടിക്കാൻ ഒരു വാഹനമില്ല, കഴിക്കാൻ ആഹാരമില്ല. തെരുവുകളിൽ ട്രാക്ട് കൊടുത്ത ദിനങ്ങൾ മറക്കരുത്. കടവരാന്തയിൽ കുത്തിയിരുന്ന സമയങ്ങൾ മറക്കരുത്. വിശന്നും വലഞ്ഞും തെരുവുകളിൽ പൈപ്പ് വെള്ളം കുടിച്ചതൊന്നും മറക്കരുത്. ദൈവം ഇന്ന് മാനിച്ചപ്പോൾ, ദൈവം ഇന്ന് അനുഗ്രഹിച്ചപ്പോൾ, ദൈവം ഉയർത്തിയപ്പോൾ നിങ്ങൾ ഇടകലർന്ന് പോയിട്ടുണ്ടെങ്കിൽ ഞാനും തിരിഞ്ഞു വന്ന് ദൈവസന്നിധിയിൽ കരയേണ്ട ഒരു സമയമാണ് എന്ന കാര്യം ഈ സമയത്ത് ഈ സന്ദേശത്തിൽ കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി നോക്കുക, ഇത് കേട്ടപ്പോൾ ഈ സന്ദേശം കേട്ടു, ഇടകലർന്നു, ജാതികളുടെ മ്ലേച്ഛതകളിലേക്ക് പുരോഹിതന്മാരും ലേവ്യന്മാരും ദൈവജനവും ഇസ്രായേൽ ജനവും പോയെന്ന് കേട്ടപ്പോൾ എസ്രാ പുരോഹിതൻ ദേഷ്യപ്പെടുകയല്ല. എസ്രാ പുരോഹിതൻ അതിനൊരു സൊല്യൂഷൻ കാണുകയാണ്. അതിന് പുള്ളിയുടെ സ്വന്തം ബുദ്ധിപ്രകാരമല്ല ചെയ്തത്. അടുത്ത വാക്യം പറഞ്ഞു, ഈ വർത്തമാനം എസ്രാ പുരോഹിതൻ കേട്ടപ്പോൾ ഞാൻ എൻ്റെ വസ്ത്രവും മേലങ്കിയും കീറി, എൻ്റെ തലയും താടിയുമുള്ള രോമവും വലിച്ചു പറിച്ചു സ്തംഭിച്ച് കുത്തിയിരുന്നു. എന്ന് വെച്ചാൽ പുള്ളി ഇത് കേട്ടപ്പോൾ പുള്ളി സ്തംഭിച്ചു പോയി. പുള്ളിക്ക് ചലിക്കാൻ പറ്റുന്നില്ല. അയ്യോടോ, ഞാൻ എന്താ ഇത് കേൾക്കുന്നത്? അയ്യോടോ, ഞാൻ എന്താ ഇത് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്? പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുന്ന സുവിശേഷകന്മാരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ചില എസ്രാ പുരോഹിതന്മാർക്ക് ഇതുപോലെ തന്നെ വേദന ഉണ്ടാകുന്നു. അവരുടെ ഹൃദയം തകരുകയാണ്. അവർ അറിയാതെ സ്തംഭിച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യണം എന്നറിയാതെ അവരും ഭാരപ്പെടുകയാണ്.
നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ കൂടെ നമ്മൾ ഓരോന്ന് കേൾക്കുന്നില്ലേ, നമ്മൾ ഓരോന്ന് കാണുന്നില്ലേ, ഓരോരുത്തരുടെ പ്രഭാഷണങ്ങൾ കേൾക്കുന്നില്ലേ? ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു ദൈവ പൈതൽ, യഥാർത്ഥമായി വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി നിൽക്കുന്നവർ സ്തംഭിച്ചിരിക്കുകയാണ്. ഞാൻ ഈ പ്രഭാഷണം നടത്തുമ്പോഴും അനേകം മക്കൾ ഇത് കേട്ടിട്ട് ദൈവമേ എന്താണ് ഈ ആത്മീയ ലോകമെന്ന് കരയുന്നവരുണ്ട്, ഉപവസിക്കുന്നവരുണ്ട്. അയ്യോ മനസ്സ് മടിച്ചവരുണ്ട്, അയ്യോ മനസ്സ് മടുത്തവരുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ നിങ്ങളോട് പറയുന്നു, എസ്രാ പുരോഹിതനെ പോലെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്നിച്ചു വീഴാം. ആമേൻ. ഇതിനൊരു പരിഹാരം, ഇനിയും ഒരു പ്രത്യാശയുണ്ട്. തീർന്നു പോയിട്ടില്ല ദൈവദാസന്മാരെ, തീർന്നു പോയിട്ടില്ല ദൈവദാസിമാരെ, തീർന്നു പോയിട്ടില്ല. നമുക്ക് ഇനി ഒരു പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ. എസ്രാ പുരോഹിതന്മാർ ദേശത്ത് എഴുന്നേൽക്കട്ടെ. വിശുദ്ധന്മാരുടെ എസ്രാ പുരോഹിതന്മാർ എഴുന്നേറ്റ് വരണം. സമയമായി. ഇന്ന് രാവിലെ ചിലരോട് ദൈവാത്മാവ് ആലോചന പറയുകയാണ്. അടുത്ത വാക്യം നിങ്ങൾ വായിക്കണം. പ്രവാസികളുടെ അകർത്യ നിമിത്തം ഇസ്രായേൽ ദൈവത്തിന്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവരൊക്കെയും എന്റെ അടുക്കൽ വന്നുകൂടി. എന്നാൽ ഞാൻ യാഗം വരെ സ്തംഭിച്ചു കുത്തിയിരുന്നു. യാഗത്തിന്റെ സമയത്ത് ഞാൻ എന്റെ ആത്മതപനം വിട്ട് എഴുന്നേറ്റ് കീറിയ വസ്ത്രത്തോടും മേലങ്കിയോടും കൂടെ മുട്ടുകുത്തി എന്റെ ദൈവമായ യഹോവയിലേക്ക് കൈമലർത്തി പറഞ്ഞതെന്നാൽ, പുള്ളി സ്തംഭിച്ചിരുന്നൊക്കെയാണ്. അപ്പോൾ എസ്രാ പുരോഹിതന്റെ കൂടെ ഒരു കൂട്ടം പേർ അവന്റെ കൂടെ വരാനിടയായി. എന്റെ ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, കുഞ്ഞെ, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു പറ്റം ആത്മാക്കൾ ഈ മണ്ണിൽ, കേരളത്തിന്റെ മണ്ണിലല്ല, ലോകത്തിന്റെ മണ്ണിലുണ്ട്. അവരെ നമ്മൾ കാണുന്നില്ലെങ്കിലും അവിടെ എവിടെയാ ഈ സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ, ഓരോ സുവിശേഷകന്മാരുടെ വായിൽ നിന്നും കേൾക്കാൻ പാടില്ലാത്ത വാക്കുകൾ കേൾക്കുമ്പോൾ, ഇന്നത്തെ ആരാധനകൾ കാണുമ്പോൾ, ഇന്നത്തെ പ്രവചനങ്ങൾ കാണുമ്പോൾ, ഇന്നത്തെ ശുശ്രൂഷകൾ കാണുമ്പോൾ, അവിടെ സ്തംഭിച്ചിരിക്കുന്ന എസ്രമാർ പലയിടത്തും ഉണ്ടെന്ന് ദൈവാത്മാവിൽ ഞാൻ അറിയുകയാണ്. പക്ഷേ ഒരു എസ്രാ പുരോഹിതൻ മുഴങ്കാൽ മടക്കാൻ തുടങ്ങിയപ്പോൾ കൂടെ മടക്കാൻ ഒരു പറ്റം ആൾക്കാർ എഴുന്നേറ്റ് വന്നു. ഹല്ലേലൂയ. അവിടെ വായിക്കുന്നത്, അവൻ യാഗം വരെ സ്തംഭിച്ച് കുത്തിയിരുന്നു. ഇരിക്കുന്ന സമയത്ത് പ്രവാസികളുടെ അകർത്യ നിമിത്തം ഇസ്രായേലിൽ ദൈവത്തിന്റെ വചനത്തിങ്കൽ വിറയ്ക്കുകയും, കണ്ടോ, അപ്പോൾ ദൈവത്തിന്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്ന ഒരു കൂട്ടം മക്കൾ ഈ മണ്ണിലുണ്ട്. അവര് പോസ്റ്ററില്ല, അവർ മീഡിയകളില്ല, അവിടെ ചാനലുകളില്ല, അവർ മറ്റൊരു പരസ്യപരമായിട്ടൊന്നുമില്ല. പക്ഷേ വചനത്തിങ്കൽ വിറയ്ക്കുന്ന ഒരു കൂട്ടം വിശുദ്ധന്മാർ ഈ മണ്ണിലുണ്ട്. അവർ ഈ തലമുറയിൽ ഒന്നിക്കപ്പെടേണ്ട സമയമാണ്. നമുക്ക് ഒരുമിച്ച് നിൽക്കണം. എന്തിനെന്നറിയണ്ടേ? മത്സരത്തിനല്ല, ഒരുത്തനെ അടിച്ച് താഴ്ത്താനല്ല, ഒരുത്തൻ പറഞ്ഞ വാക്കിനെ അവഹേളിക്കാനല്ല. ഒരു വിശുദ്ധ സന്തതി ഭൂമിയിൽ തകർന്നുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ സന്തതിയുടെ നിലനിൽപ്പിന് വേണ്ടി എസ്രമാർ ഒരുമിക്കപ്പെടണം. ദൈവത്തിന്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവർ ഒരുമിക്കപ്പെടേണ്ട ദിവസങ്ങളാണ്. അതിന്റെ സമയങ്ങളിലേക്ക് ഞാനും നിങ്ങളും എത്തിച്ചേരാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി നിങ്ങൾ നോക്കണം, ആത്മതപനം ചെയ്തു. ആ വാക്ക് നമ്മുടെ പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ ആത്മതപനമുണ്ടായിരുന്നു. ആത്മാവ് കരയുന്ന ഒരു സമയമുണ്ടായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എൻ്റെ ചെറുപ്രായത്തിൽ നിങ്ങളുടെ അപ്പച്ചന്മാർ യാഗപീഠത്തിനകത്തിരിക്കും. അവർ കുറച്ചു സമയം മുഴങ്കാലിരിക്കും. പിന്നീട് അവരെ ചുണ്ടുകൾ അനങ്ങും. പിന്നെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകും. അവർ നിലവിളിയോട് ദൈവസന്നിധി രണ്ട് കരങ്ങളെ ഉയർത്തി നിലവിളിക്കാൻ തുടങ്ങും. ആ നിലവിളി ദൈവസഭയ്ക്കകത്തൊരു തീയായി തീരും. അത് ജനത്തിന്റെ മേൽ പടരുവാനിടയാകും. അന്ന് ട്രംപ് മാത്രമേ ഉള്ളൂ. ട്രംപ് പോലും അപ്പച്ചന്മാർ അടിക്കാൻ സമ്മതിക്കത്തില്ല. നിലവിളിക്കുന്ന നിലവിളി സഭ മുഴുവനും ആത്മാവിന്റെ തീയായി തീരും.
അങ്ങനെ ഒരു തലമുറ, വിശുദ്ധ തലമുറ നമ്മുടെ പുറകിലുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയ ആന്റി, അങ്കിളെ, ദൈവദാസന്മാരെ, നിങ്ങൾ വചനത്തിങ്കൽ വിറയ്ക്കുന്നവരാണെങ്കിൽ എസ്രയോടുകൂടെ ഒരുമിച്ച് നമുക്ക് നിൽക്കണം. ഇനിയും പ്രതീക്ഷയുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കാം, പുരോഹിതന്മാർ ഇങ്ങനെ ആയിപ്പോയല്ലോ, ലേവ്യന്മാർ ഇങ്ങനെ ആയിപ്പോയല്ലോ, ദൈവത്തെ ആരാധിക്കുന്നവർ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ പിന്മാറിപ്പോകരുത്. ദൈവവചനത്തിൽ നിന്നും അകന്നു പോകരുത്. വിശുദ്ധിയിൽ നിന്ന് അകന്നു പോകരുത്. പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഇങ്ങനെ പോകുമെന്ന് പറയരുത്. നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ വിറയ്ക്കുന്നവരാണെങ്കിൽ ഇനിയും ഒരു പ്രത്യാശയുണ്ട്. ഇനിയും ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റും. കാലം കഴിഞ്ഞു പോയിട്ടില്ല. അവസരങ്ങൾ പരിശുദ്ധാത്മ നമുക്ക് തരികയാണ്. ഇനി ആ ഭാഗങ്ങളൊന്നും ഞാൻ തൊടുന്നില്ല. അതിന്റെ 8-ാം വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോഴോ നമ്മുടെ എസ്രയുടെ പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ്. നിങ്ങൾ വായിച്ചു വന്നാൽ മാത്രം മനസ്സിലാകും. സമയക്കുറവുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പോകുന്നത്. ഇപ്പോഴോ ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കേണ്ടതിന് ഞങ്ങളുടെ ദാസ്യസ്ഥിതിയിൽ ഞങ്ങൾക്ക് കുറഞ്ഞൊരു ജീവശക്തി നൽകേണ്ടതിന് ഞങ്ങളൊരു ശേഷിപ്പിനെ രക്ഷിച്ച് തന്റെ വിശുദ്ധ സ്ഥലത്ത് ഞങ്ങൾക്കൊരു പാർപ്പിടം തരുവാൻ തങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങൾക്കൊരു ക്ഷണനേരത്തേക്ക് ഞങ്ങളുടെ ദൈവമായ യഹോവ കൃപ കാണിച്ചിരിക്കുന്നു. ഈ വചനത്തിനകത്ത് ഒത്തിരി പ്രധാനപ്പെട്ട വാക്കുകളുണ്ട്. ആത്മതപനം സഭയിൽ നഷ്ടപ്പെട്ടിട്ട് നാളുകളായി, നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ട നാളുകളായി. ഇനി അവിടെ വായിക്കുന്നു, കണ്ണുകളെ പ്രകാശിപ്പിക്കുക, ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കുക. നമ്മുടെയൊക്കെ പ്രാർത്ഥന ഇതാരും. അപ്പോസ്തലനായ പൗലോസ് അപ്പച്ചനെ പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങളുടെ അകത്തെ കണ്ണ് തുറക്കണം. അതൊന്നും ഇന്ന് സഭകളിൽ കേൾക്കാനില്ല. നമ്മുടെ ദൈവദാസങ്ങൾ പറയുന്നത് കേൾക്കാനില്ല. നമ്മുടെ വിശ്വാസികൾക്ക് അകത്തെ കണ്ണിനെ കുറിച്ച് അറിയത്തില്ല. എന്നാൽ ഇവിടത്തെ 2-ാമത്തെ വാക്ക് ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കേണ്ടതിന്, ഞങ്ങളുടെ അകത്തെ കണ്ണ് പ്രകാശിച്ചാൽ മാത്രമേ ഇന്ന് കാണുന്ന പുരോഹിതന്മാരുടെ അകത്തിരിക്കുന്ന ആത്മാവെന്നും ലേവ്യന്റെ അകത്തിരിക്കുന്ന ആത്മാവെന്നും ജനത്തിന്റെ ഇടയിലിരിക്കുന്ന ആത്മാവെന്നും എന്തുകൊണ്ടാണ് ഇവർ ജാതികളുമായി ഇടകലരാൻ തുടങ്ങിയതെന്നും വ്യക്തമായി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ അകത്തെ കണ്ണ് തുറക്കണം. എസ്രാ പുരോഹിതൻ പറയുകയാണ്, ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കേണ്ടതിന്. അടുത്ത നോക്കണം, ദാസ്യസ്ഥിതിയിൽ ഞങ്ങൾക്ക് കുറഞ്ഞൊരു ജീവശക്തി നൽകേണ്ടതിന്. കണ്ടോ, അവൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വാചകമാണ്. ദൈവത്തിന്റെ മുമ്പിൽ കമിഴ്ന്ന് വീണ് കിടന്ന് കരയുക, ഞങ്ങൾക്ക് ജീവശക്തി. ആ വാക്ക് എത്ര പ്രാധാന്യമുള്ള വാക്കാണ്. ആത്മതപനം, അകത്തെ കണ്ണ്, അതുപോലെ തന്നെ ജീവശക്തി, ദാസ്യസ്ഥിതി. ഈ വാക്കുകൾ എത്ര ആത്മാവിന്റെ അർത്ഥമുള്ള വാക്കുകളാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. നോക്കണം, അടുത്ത് അതിന്റെ 11-ാം വാക്യം വായിക്കണം. നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശനിവാസികളുടെ മലിനതയാലും ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ അവർ നിറഞ്ഞിരിക്കുന്ന മ്ലേച്ഛതയാലും അവരുടെ അശുദ്ധിയാലും മലിനപ്പെട്ടിരിക്കുന്ന ദേശമത്രേ. കേട്ടോ, അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഈ ലോകം, ഇവിടത്തെ കൾച്ചർ പാപം നിറഞ്ഞത് തന്നെയാണ്. അന്നും അങ്ങനെ ഇന്നും അങ്ങനെ തന്നെയാണ്. പക്ഷേ ആകയാൽ നിങ്ങൾ ശക്തിപ്പെട്ട ദേശത്തിന്റെ നന്മ അനുഭവിച്ച് അത് എന്നേക്കും നിങ്ങളുടെ മക്കൾക്ക് അവകാശമായി വെച്ചേക്കേണ്ടതിന് നിങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കാതെയും അവരുടെ പുത്രിമാരെ നിങ്ങളുടെ പുത്രന്മാർക്ക് കൊടുക്കാതെയും അവരുടെ സമാധാനം നന്മയും ഒരിക്കലും കരുതാതെയും ഇരിക്കണം എന്നിങ്ങനെ നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം നീ അരുളി ചെയ്ത കൽപ്പനകളെ ഞങ്ങൾ ഉപേക്ഷിച്ചു കളഞ്ഞുവല്ലോ. മനസ്സിലായോ? ഇന്ന് രാവിലെ നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. നമ്മൾ എവിടെയെങ്കിലും ജാതികളുമായി ഇടകലർന്ന് പോയെങ്കിൽ നമ്മൾ തിരിച്ചു വരണം. പോയെങ്കിൽ അതിനെ വിട്ട് കളയണം. പോയെങ്കിൽ മടങ്ങി വന്നാൽ ഇനിയും ചില പ്രതീക്ഷയുണ്ട്. ഇനി
10-ാം അധ്യായം 1-ാം വാക്യം വായിക്കണം. എനിക്കെല്ലാം ഇത് പറയാൻ ഒത്തിരി ഇഷ്ടമാണ്, പക്ഷേ അതിൻ്റെ സമയം നമ്മുടെ സമയക്കുറവ് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്ത് പോകുന്നത്. നിങ്ങൾ അധ്യായങ്ങൾ 9-10 അധ്യായങ്ങൾ നിങ്ങൾ വായിക്കണം, അത് ഗ്രഹിക്കണം, അത് ആത്മാവിൽ നിങ്ങൾ വിവേചിക്കണം. കർത്താവ് എൻ്റെ ലൈഫിൽ, എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെ സഭയ്ക്കകത്ത്, എൻ്റെ മിനിസ്ട്രിക്കകത്ത് കർത്താവ് എവിടെയെങ്കിലും ജാതീയമായ മറ്റൊന്നും കയറിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ശോധന ചെയ്യുക. അടുത്ത വാക്യം, എസ്ര ഇങ്ങനെ ദേവാലയത്തിന്റെ മുമ്പിൽ വീണ് കിടന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ പുരുഷന്മാരും സ്ത്രീകളും പൈതങ്ങളുമായി ഇസ്രായേലിന്റെ ഏറ്റവും വലിയൊരു സഭ അവന്റെ അടുക്കൽ വന്നുകൂടി. ജനവും വളരെ കരഞ്ഞു. കേട്ടോ, അപ്പോൾ ഈ ദിവസങ്ങളിൽ ഇത് കണ്ടിട്ട് നമുക്ക് കുറ്റം പറയണ്ട. ഈ ഉപദേശിമാർ പറയുന്ന, ശ്രേഷ്ഠന്മാരെന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരുടെ അതരത്തിൽ നിന്ന് കേൾക്കുന്ന, നമുക്ക് ദൈവവചനവുമായി വിരുദ്ധമായി നിൽക്കുന്ന വിഷയങ്ങൾ കണ്ടിട്ട് നമ്മൾ കുറ്റം പറയണ്ട. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരു എസ്രാ പുരോഹിതൻ ദേവാലയത്തിന്റെ മുമ്പിൽ വീട് കിടന്ന് കരയാൻ ഒരു എസ്രാ പുരോഹിതൻ ഉണ്ടെങ്കിൽ കൂടെ കരയാൻ പുരുഷന്മാർ വന്നിരിക്കും, സ്ത്രീകൾ വന്നിരിക്കും, പൈതങ്ങൾ വന്നിരിക്കും. ഇസ്രായേലിന്റെ ഏറ്റവും വലിയൊരു സഭ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. സ്തോത്രം. എന്തിനു വേണ്ടിയാണ്? ഒരു വിശുദ്ധ സന്തതി നമ്മുടെ ഇടയിൽ നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ. ഹല്ലേലൂയ. അപ്പോൾ ജനവും ഒന്നിച്ചുകൂടി. അപ്പോൾ ഏലാമിന്റെ പുത്രന്മാരിൽ ഒരുവനായ യെഹീയേലിന്റെ മകൻ ശെഖന്യാവ് എസ്രയോട് പറഞ്ഞത്, നാം നമ്മുടെ ദൈവത്തോട് ദ്രോഹം ചെയ്തു. ദേശനിവാസികളിൽ നിന്നും അന്യജാതിക്കാരികളെ വിവാഹം ചെയ്തിരിക്കുന്നു. എങ്കിലും ഈ കാര്യത്തിൽ ഇസ്രായേലിന് വേണ്ടി ഇനിയും ഒരു പ്രത്യാശയുണ്ട്. ഈ വാക്ക് മറക്കരുത്. എന്റെ ദൈവദാസന്മാരെ, ദുഃഖിച്ചിരിക്കേണ്ട. നമുക്കിനി ഒരു പ്രത്യാശയുണ്ട്. പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ നമുക്കിനി ഒരു പ്രത്യാശയുണ്ട്. ആ ദൈവ പുരുഷൻ അവരോട് ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അപ്പോൾ ആ സ്ത്രീകളൊക്കെയും അവരിൽ നിന്നും ജനിച്ചവരൊക്കെയും യജമാനന്റെയും നമ്മുടെ ദൈവത്തിന്റെ കൽപ്പനയെങ്കിൽ വിറയ്ക്കുന്നവരുടെയും നിർണയപ്രകാരം നീക്കിക്കളയുവാൻ നമ്മുടെ ദൈവത്തോട് നാം ഒരു നിയമം ചെയ്യുക. അത് ന്യായമാണ്. അനുസരണമായി നടക്കട്ടെ. എഴുന്നേൽക്കുക. ഇത് നാം നിർവഹിക്കേണ്ട കാര്യമാകുന്നു. ഇന്ന് രാവിലെ ദൈവമക്കളോട് പറയട്ടെ, ആത്മീയത്തിൽ വീണു പോകരുത്. നാം എഴുന്നേൽക്കേണ്ട സമയമാണ്. ദൈവവുമായിട്ടൊരു ഉടമ്പടി ചെയ്തിട്ട് നമുക്ക് എഴുന്നേൽക്കാം. കൂടെയുള്ളവരെ കൂട്ടിച്ചേർക്കാം. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങ. അശുദ്ധനായി ജീവിക്കേണ്ടവൻ ഇനി അശുദ്ധനായി ജീവിച്ചോട്ടെ. പാപം ചെയ്യുന്നവൻ ഇനി പാപം ചെയ്തോട്ടെ. ദൈവവചനത്തിന് വിരുദ്ധമായി പ്രസംഗിച്ചോട്ടെ. നമുക്ക് നമ്മെ തന്നെ വിശുദ്ധീകരിക്കാം. ദൈവസന്നിധിയിലേക്ക് നമുക്ക് മടങ്ങി വരാം. എഴുന്നേൽക്കുക. ഇത് നാം നിർവഹിക്കേണ്ട കാര്യമാകുന്നു. ഞങ്ങൾ നിനക്ക് തുണയായിരിക്കും. ധൈര്യപ്പെട്ട് പ്രവർത്തിക്കുക. ഇങ്ങനെ എസ്ര എഴുന്നേറ്റു ഈ വാക്ക് പോലെ ചെയ്യേണ്ടതിന് പുരോഹിതന്മാരെയും ലേവ്യന്മാരുടെയും പ്രഭുക്കന്മാരെയും എല്ലാ ഇസ്രായേലും കൊണ്ട് സത്യം ചെയ്യിച്ചു. ആമേൻ. ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്യുന്ന ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കണം. അതിന് ചില എസ്രമാർ എഴുന്നേൽക്കണം. നീ വീണ് കിടക്കേണ്ടവനല്ല. നീ ഇതൊക്കെ കേട്ടിട്ട് മനസ്സ് മുരടിച്ചു പോകേണ്ടവനല്ല. നാം ഒരു വിശുദ്ധ സന്തതിക്ക് വേണ്ടി എഴുന്നേൽക്കണം. ഞാൻ എങ്ങനെയെങ്കിലും ജീവിക്കാം, ഞാൻ എങ്ങനെയെങ്കിലും നടക്കാം, ഞാൻ നോക്കട്ടെ, ഞാൻ ഒതുങ്ങാം എന്നല്ല. എസ്രമാരോട് പറഞ്ഞു, എഴുന്നേൽക്കുക. നമുക്കിനിയും ഒരു പ്രതീക്ഷയുണ്ട്. നമ്മുടെ അടുത്ത തലമുറ വിശുദ്ധി നിൽക്കണമെങ്കിൽ, നമ്മുടെ അടുത്ത തലമുറ വേർപാടിൽ വരണമെങ്കിൽ ചില എസ്രമാർ എഴുന്നേറ്റാൽ കൂടെ നിൽക്കാൻ ഒരു പറ്റം ആൾക്കാരെ ദൈവം ഈ തലമുറയിൽ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. അവരിൽ കൂടെ ഒരു ഉണർവ് സംഭവിക്കാം. അവരിൽ കൂടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. നോക്കുക, എസ്രാ പുരോഹിതൻ പറഞ്ഞു, ആരൊക്കെ അന്യജാതിക്കാരികളെ വിവാഹം കഴിച്ചോ, അന്യജാതിക്കാരന്മാരെ വിവാഹം കഴിച്ചോ, അവരെ വേർപെടുത്തി കളയണം. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളുടെ പറയട്ടെ, ജീവിതത്തിനകത്ത് ദൈവഹിതമില്ലാതെ എന്തെങ്കിലും കയറി വന്നിട്ടുണ്ടെങ്കിൽ അതിനെ എടുത്തു കളയുക, എടുത്തു മാറ്റുക. കാരണം എന്തെന്നറിയണ്ടേ, ഞാനും ദൈവമായി ഒരു സത്യം ചെയ്യുകയാണ്, ഒരു ഉടമ്പടി ചെയ്യുകയാണ്. മറ്റൊന്നും അല്ല, ഒരു വിശുദ്ധ സന്തതി അടുത്തൊരു തലമുറയിൽ ബലപ്പെട്ടു വരണം. ആമേൻ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ
അടുത്ത സന്തതി, അടുത്ത തലമുറ ആത്മലോകത്തുണ്ടാകുകയില്ല. പാടുവാൻ സഭയിൽ തലമുറകൾ ഉണ്ടാകത്തില്ല. ഉണ്ടാകും ജാതികളെ പോലെ ആടുകയും പാടുകയും ചെയ്യുന്ന ഒരു പറ്റം ചെറുപ്പക്കാർ. അത് നമുക്കുടെ സഭകളിൽ വേണ്ട. അത് വിശുദ്ധ സഭയെ അശുദ്ധമാക്കുന്നതിന് തുല്യമാണ്. എന്നാൽ നമ്മുടെ പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി വില കൊടുക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കപ്പെട്ട് വരണമെങ്കിൽ ചില എസ്ത്രമാർ എഴുന്നേറ്റ് വരണമെന്ന് ആത്മാവിൽ ഈ രാവിലെ ഈ വചന വെളിപ്പാട് പകരുകയാണ്. നമുക്ക് കണ്ണുകളെ മൂടാം, നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കിനി ഒരു പ്രത്യാശയുണ്ട്. ആത്മതപനം ചെയ്യേണ്ടവർക്ക് ആത്മതപനം ചെയ്യാം. ദൈവത്തോട് പറയാം, കർത്താവേ ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണം. കർത്താവേ ഒരു ജീവശക്തി എന്റെ മേലൊന്ന് പകരണമെന്ന് പ്രാർത്ഥിക്കാൻ ഇതിനകത്ത് എത്ര പേരുണ്ട്? എങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവം പറയുന്നു ഇനിയും ഒരു പ്രത്യാശയുണ്ട്. പ്രത്യാശയുള്ളത് മാത്രമല്ല, ഹല്ലേലൂയ, ഒരു എസ്രായായി ഞാനും നിങ്ങളും എഴുന്നേൽക്കണം. എന്തിനു വേണ്ടി എഴുന്നേൽക്കണം? ചിലതിനെ ഒതുക്കണം, ചിലതിനെ തകർക്കണം, ചിലതിനെ ഇടിക്കണം, ചിലതിനെ പണിയണം, ചിലതിനെ മുളപ്പിക്കണം. അതിനു വേണ്ടിയുള്ള ഒരു ആത്മശക്തിക്ക് വേണ്ടി എസ്രാ പുരോഹിതൻ ദേവാലയത്തിന്റെ പടിമുറ്റത്ത് വീട് കിടന്ന് കരഞ്ഞതുപോലെ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. പാപങ്ങളെ ഏറ്റു പറയാം. സഭയ്ക്കകത്ത് വന്നത്, വ്യക്തിപരമായി വന്നത്, കുടുംബത്തിൽ വന്നത്, ജീവിതത്തിൽ കഴിഞ്ഞ നാളുകൾ ദൈവത്തിന് വിരോധമായി നിന്നത് എല്ലാം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ ഒരു നിമിഷം ഏറ്റു പറയാം. നമുക്ക് ദൈവത്തോട് കരയാം. ഹല്ലേലൂയ, ഇനിയും ഒരു ജീവശക്തി എനിക്ക് തരണം കർത്താവേ. എന്റെ കണ്ണുകളെ നീ ഒന്ന് തുറക്കണം കർത്താവേ. കർത്താവേ, ഇനിയും ഒരു പ്രതീക്ഷ എനിക്കുണ്ട് പപ്പ. എന്റെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടാം. അടുത്ത തലമുറയിൽ ഒരു ആത്മാവിന്റെ ഉണർവ് സംഭവിക്കുക കർത്താവേ. ഈ ചെറിയ ശേഷിപ്പിൽ കൂടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാം. ഹല്ലേലൂയ. കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, ഒരു എസ്രാ പുരോഹിതനെ പോലെ ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാവിനാൽ കർത്താവേ ഞങ്ങൾ എഴുന്നേൽക്കുവാൻ ആഗ്രഹിക്കുകയാണ് കർത്താവേ. അതിനു മുമ്പ് ഞങ്ങളുടെ പാവവും ഞങ്ങളുടെ ജനത്തിന്റെ പാവവും ഏറ്റുപറഞ്ഞ് ദൈവസ്ഥനെ കരയുന്നു കർത്താവേ. പുരോഹിതന്മാർ, ദൈവം നിയോഗിച്ച നേതൃത്വം, ദൈവം നിയോഗിച്ച ദൈവദാസന്മാർ, ദൈവം നിയോഗിച്ച പ്രവാചകന്മാർ, ദൈവം നിയോഗിച്ച കർത്താവേ ജനം കർത്താവേ, പണത്തിന് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, ഹല്ലേലൂയ, ലോകത്തിനോട് ഇഴുകിച്ചേർന്ന് കർത്താവേ, എന്നാൽ ഇതിനോട് ഇഴുകിച്ചേരാത്ത ഒരു എസ്രാ പുരോഹിതൻ, അല്ലെങ്കിൽ ദൈവവചനത്തിൽ വിറയ്ക്കുന്നവരുമായ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ അകത്തൊരു ആത്മശക്തി വ്യാപരിക്കട്ടെ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധ ആത്മാവ് അവിടെ അന്തർഭാഗത്ത് സംസാരിക്കട്ടെ, അവിടെ ഹൃദയത്തോട് സംസാരിക്കട്ടെ. അഭിഷേകത്തിന്റെ തീയാൽ, വിശുദ്ധിയുടെ ഒരു അഭിഷേകം അവിടെ ഉള്ളിനകത്ത് വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയത്തിൽ തളർന്നു പോയവർ, ഇതൊക്കെ കേട്ടിട്ട് മതിയെന്ന് പറഞ്ഞവർ, ക്ഷീണിച്ചിരിക്കുന്നവർ ഈ വചനം കേൾക്കുമ്പോൾ പുരോഹിതനെ പോലെ ചാടി എഴുന്നേൽക്കുവാൻ ദൈവാത്മാവ് ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അതങ്ങനെ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. എന്റെ പ്രിയമുള്ളവരെ, നാം ഒരിക്കലും തളർന്നു കിടക്കരുത്, ആത്മീയത്തിൽ ഉടഞ്ഞു കിടക്കരുത്, വിശുദ്ധി പോകുന്നവർ കരഞ്ഞുകൊണ്ടിരിക്കരുത്. നാം പുരോഹിതനെ പോലെ എഴുന്നേൽക്കേണ്ട പകൽക്കാലം. യെസ്, നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ നാമ മഹത്വത്തിന് വേണ്ടി നിൽക്കാം. ഹല്ലേലൂയ. ഇനിയും ഒരു പ്രത്യാശയുണ്ട്, ഇനിയും ഒരു ജീവശക്തി നമ്മിലേക്ക് ദൈവം പകരാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ആത്മതപനം ചെയ്യാം, പാപങ്ങളെ ഏറ്റുപറയാം. സഭകളിൽ ഒരു ആത്മശക്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. കരമടിച്ച് അല്ലെങ്കിൽ കീബോർഡിന്റെ അകമ്പടിയോട് കൂടെയുള്ള ഒരു ആത്മീയ മണ്ഡലമല്ല ഞാൻ പറയുന്നത്. ശരിക്കും ആത്മതപനത്തിന് അകത്തുനിന്ന് വരുന്ന ഒരു വിശുദ്ധമായ അഭിഷേകം സഭകളിൽ വെളിപ്പെടട്ടെ, പ്രസ്ഥാനങ്ങളിൽ വെളിപ്പെടട്ടെ, ദൈവദാസന്മാരിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് കുത്തിടുന്നു. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, നിങ്ങൾ എല്ലാ ദൈവദാസന്മാരുടെ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഒരു വിശുദ്ധ സന്തതി ഈ മണ്ണിൽ കർത്താവ് വരുന്നതിന് മുമ്പ് ഉടലെടുക്കുവാൻ ഒരു പക്ഷേ ഈ സന്ദേശം കാരണമായാലോ. സ്നേഹത്തോടുകൂടെ നമുക്ക് വീണ്ടും ഒരുമിച്ച് നിൽക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മറ്റൊരു സന്ദേശം പരിശുദ്ധാത്മാവ് തരുന്നത് വരെ കൃപയുടെ കീഴിൽ നമുക്ക് ഒരുമിച്ച് ധാരിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.